യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരായ നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ സഭയുടെ സാമൂഹ്യ പ്രതിബദ്ധതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ആത്മീയ തലത്തിൽ മാത്രമല്ല, വിശ്വാസികളുടെ ഭൗതികവും സാമൂഹ്യവുമായ ആവശ്യങ്ങളിലും സഭ വളരെ ഉത്സുകയാണ് എന്ന് നമ്മൾ കാണുകയായിരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുവാനായിട്ട് ഈ എപ്പിസോഡിൽ ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് നമ്മുടെ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് അച്ഛനെ നിങ്ങളുടെ പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹബഹുമാനപ്പെട്ട അച്ഛ, സഭയുടെ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുടെ അതിൻ്റെ ഗുണഭോക്താക്കൾ വിശ്വാസികൾ, ക്രിസ്ത്യാനികളായ ക്രൈസ്തവരായ വിശ്വാസികൾ മാത്രമാണോ, അല്ലെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണോ? സാറിൻ്റെ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. യേശുക്രിസ്തുവിലൂടെ ലഭിച്ച രക്ഷ അത് എല്ലാ ജനത്തിനും വേണ്ടിയിട്ടുള്ള രക്ഷയാണ്. സാർവത്രിക രക്ഷകനാണ് കർത്താവായ യേശു. ഇത് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്ഷ ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടണം. ഒന്ന്. രണ്ടാമത്, എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരായതുകൊണ്ട് അവരുടെ ആത്മാവിൻ്റെ കാര്യം മാത്രമല്ല, അവരുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളിലും നമ്മുടെ സഹോദരരെന്നുള്ള നിലയിൽ വിശ്വാസികൾ ശ്രദ്ധിക്കണം, അവരോട് പരിഗണന കാണിക്കണം. പഴയ നിയമത്തിൽ പരദേശികളോട് കരുണ കാണിക്കണം. അവരെ സംരക്ഷിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം കൂടി ഇസ്രായേൽ ജനത്തിന് ഉണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള, എല്ലാവരും തന്നെ മനസ്സിലാക്കുന്ന ആണെന്നാണ് എൻ്റെ വിശ്വാസം. ലോകത്തെല്ലായിടത്തും ഈ സഭയുടെ സാമൂഹ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സകല മനുഷ്യരെയും ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. അവിടെ ഒരു വേർതിരിവില്ല. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ അങ്ങനെയുള്ളൊരു വ്യത്യാസമില്ല. എല്ലാവരെയും സ്വീകരിക്കുന്ന, വെൽക്കം ചെയ്യുന്ന ഒരു സാമൂഹ്യ സേവനം, ശുശ്രൂഷയാണ് സഭയുടെ ശുശ്രൂഷ. അതുകൊണ്ടാണ് നമുക്കറിയാവുന്നതിലെ വിശുദ്ധ മദർ തെരേസ സ്ഥാപിച്ച സന്യാസിനി സഭയ്ക്ക് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പോലും ശാഖകൾ ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ അവരുടെ കോൺഗ്രിഗേഷനെ, സഭയെ സാമൂഹ്യ പ്രവർത്തനത്തിനായിട്ട് അവിടെ ക്ഷണിച്ചത് ഉള്ളതാണ്. അപ്പോൾ എല്ലാവരെയും, വിശ്വാസികളെ മാത്രമല്ല എല്ലാ മനുഷ്യരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് സഭയുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ ആശുപത്രികൾ, സഭയുടെ ആശുപത്രികൾ, ലോകത്തിലെല്ലായിടത്തുമുള്ള ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ വൃദ്ധസദനങ്ങൾ, ഓർഫനേജസുകൾ, ബാലമന്ദിരങ്ങൾ, അപ്പോൾ ഇതെല്ലാം മറ്റ് സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം എല്ലാവരും ഉദ്ദേശിച്ചുകൊണ്ടാണ്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നതാണ്. ആർക്കും, ക്രൈസ്തവർക്ക് മാത്രമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. അവരെ അധ്യാപകർ പോലും മറ്റ് മതങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണം ഒരു കാര്യത്തെക്കുറിച്ച്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ കാര്യം തന്നെ എടുക്കുക. വിശുദ്ധ ചാവറയച്ചന് സ്കൂളുകൾ തുറന്നു. ആ സ്കൂളിൽ തന്നെ നമ്മൾ ഓർക്കണം, അത് തൊട്ടുകൂടാത്ത, തീണ്ടിക്കൂടാത്ത ജാതിയിലുള്ള കുട്ടികളെയും കൂടെ സ്വീകരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംവിധാനം ഇല്ലായിരുന്നു നമുക്ക് അതിനു മുമ്പ്. അവർ ഒന്നിച്ച് ഭക്ഷണത്തിനിരുത്തി എന്നുള്ളതാണ്. ആൺകുട്ടികളെയും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ട് സെപ്പറേറ്റ് അല്ല, ഒരുമിച്ച് ഇരുത്തി അവരെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാമൂഹ്യമായിട്ടുള്ള ഈ സേവനം എല്ലാ ആളുകളെയും ഉദ്ദേശിച്ചുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളാണ്.
അത് നമ്മൾ ആരെയും മാറ്റി നിർത്തുന്നില്ല. ഇത് ക്രൈസ്തവർക്ക് മാത്രമുള്ള സ്കൂളുകൾ, ക്രൈസ്തവർക്ക് മാത്രമുള്ള ആശുപത്രികൾ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം കേരളത്തിൽ തന്നെ എത്രയോ ആശുപത്രികളുണ്ട്. ചില കത്തോലിക്ക സഭ നടത്തുന്ന ചില ആശുപത്രികളിൽ എനിക്കറിയാം ക്രൈസ്തവരുടെ ആളുകളെന്നേക്കാളും കൂടുതലായിട്ട് ദൂരദേശത്ത് നിന്ന് മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവർ പോലും അവിടെ ചികിത്സയ്ക്ക് വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആ ആശുപത്രിയിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സ്, മറ്റ് സ്റ്റാഫുകൾ ഒക്കെ ഉള്ള സ്നേഹമസൃണമായിട്ടുള്ള ത്യാഗസന്നദ്ധതയോടെയുള്ള പ്രവർത്തനം, അതുപോലെ തന്നെ ഫീസ് കുറവും. അതുപോലെ ഇത് ലോകത്തിലെല്ലായിടത്തും ഇതുപോലെയാണ്. ആഫ്രിക്കയിൽ ഞാൻ കുറച്ച് നാൾ അവിടെ ശുശ്രൂഷ ചെയ്തതാണ്. അപ്പോൾ അവിടുത്തെ നമ്മുടെ സ്ഥാപനങ്ങൾ അത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർ ഉള്ള ആളുകളെ കേറ്റർ ചെയ്യുന്നതാണ്, സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നതാണ്. അപ്പോൾ അതിൽ പലതും പ്രതിഫലം ഒന്നും വാങ്ങിക്കാതെ എന്നുള്ളതാണ്. അങ്ങനെയുള്ള എയ്ഡ്സ് സെൻ്ററുകൾ ഇത്രയുണ്ട്. നെയ്റോബിയിൽ ഉള്ളൊരു എയ്ഡ്സ് സെൻ്റർ എനിക്കറിയാം. നമ്മുടെ SABS ദിവികാരുണ്യ ആരാധന സമൂഹത്തിലെ സന്യാസിനികൾ, ബഹുമാനപ്പെട്ട സന്യാസിനികൾ, സിസ്റ്റേഴ്സ് ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. എത്രയോ ആളുകൾ, ആയിരക്കണക്കിന് ആളുകളെ അവർക്ക് സ്നേഹശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന. അതുപോലെ ആരും കൈവയ്ക്കാൻ ആഗ്രഹിക്കാത്ത ഒന്നാണ് കുഷ്ഠരോഗികളെ സംരക്ഷിക്കുക. നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സിസ്റ്റേഴ്സ് നടത്തുന്നു. തീർച്ചയായിട്ടും മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൈവയ്ക്കാത്ത, അങ്ങോട്ട് കടന്നു ചെല്ലാനായിട്ട് മടിക്കുന്ന മേഖലകളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്ന ഓർക്കണം. അപ്പോൾ അതിനൊക്കെ ഒരു പ്രേരണയൊക്കെ നൽകുന്നത്, ഇൻസ്പിറേഷനൊക്കെ നൽകുന്നത് അഭ്യുന്നത പിതാക്കന്മാരാണ്, അവരുടെ നേതൃത്വത്തിലുമൊക്കെയാണ്. അപ്പോൾ സാമൂഹ്യമായിട്ടുള്ള രംഗത്ത് നമ്മൾ ഇത് ചെയ്യുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ അത് ലോകത്തിലെല്ലായിടത്തും നമുക്ക് ഒരു ആഫ്രിക്കയിൽ, കെനിയയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്, മനോഹരമായിട്ടുള്ള പുസ്തകമാണ്. അതിൻ്റെ ശീർഷകം, അതിൻ്റെ തലക്കെട്ട് ആഫ്രിക്ക ഈസ് നോട്ട് എ ഡാർക്ക് കോണ്ടിനെൻറ്റ്. ആഫ്രിക്ക ഒരു ഇരുണ്ട ഭൂഖണ്ഡമല്ല. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരിക്കുന്നത് ആഫ്രിക്ക ഒരു ഇരുണ്ട ഭൂഖണ്ഡമാണ്. അപ്പം ആഫ്രിക്കക്കാരനായിട്ടുള്ള ഒരു ഓതർ, ഒരു എഴുത്തുകാരൻ പറയുകയാണ് ആഫ്രിക്ക ഒരു ഇരുണ്ട ഭൂഖണ്ഡമല്ല. അതിൻ്റെ കാരണം പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ക്രിസ്ത്യൻ മിഷണറിമാർ ആഫ്രിക്കയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വെളിച്ചം നൽകി, വിദ്യാഭ്യാസം നൽകിക്കൊണ്ട്, പ്രധാനമായിട്ട് വിദ്യാഭ്യാസം നൽകിക്കൊണ്ട്, അതുപോലെ തന്നെ അവരുടെ നിലവിലുണ്ടായിരുന്ന പല അന്ധവിശ്വാസങ്ങളുമൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ട് അവർക്ക് വേണ്ട മറ്റു സൗകര്യങ്ങളൊക്കെ സാവകാശം എത്തിച്ചു കൊടുത്തുകൊണ്ട് ആഫ്രിക്ക ഒരു ഇരുണ്ട ഭൂഖണ്ഡമല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ഇത് ലോകത്തിലെല്ലായിടത്തും നമ്മൾ ഓർക്കണം. നമ്മളൊരു കത്തോലിക്കനായതുകൊണ്ടോ ഒരു വൈദികനായതുകൊണ്ടോ പറയുന്നതല്ല. അത് നമുക്ക് അഭിമാനത്തോടു കൂടി നമുക്കുള്ളൊരു പൈതൃകത്തെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ലോകത്തിൽ നമ്മളെ ക്രൈസ്തവ സംഭാവന, ലോകത്തിൽ എല്ലായിടത്തുമുള്ള ക്രൈസ്തവ സംഭാവന, അത് നമുക്ക് വലിയ സംഭാവനയാണ്. നിസ്തുലമായിട്ടുള്ള സേവനം ക്രൈസ്തവ സമൂഹം നൽകിയിട്ടുണ്ട് എല്ലാ മേഖലകളിലും എന്ന് പറയുന്നത്. ശാസ്ത്രീയ മേഖലകൾ, കലയുടെ മേഖലയിൽ, വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ, മറ്റ് ആതുര മേഖലയിൽ, ശുശ്രൂഷ മേഖലയിൽ ഒക്കെ നൽകിയിട്ടുള്ളൊരു കാര്യമാണ്. സഭ ഇതുപോലെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും ഇതുപോലെയുള്ള നന്മകൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈ നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ശരിയായ കാഴ്ചപ്പാടിലൂടെയാണ് ഭാരതത്തിലെ പല ആളുകളും അല്ലെങ്കിൽ ഭരണാധികാരികളൊക്കെ കാണുന്നത്. പലപ്പോഴും സംശയദൃഷ്ടിയോടുകൂടെ ഇതൊക്കെ ചെയ്യുന്നത് മതം മാറ്റാനാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയും ഉണ്ട്. അത് പലപ്പോഴും നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ ഇത് നമ്മുടെ സ്കൂളുകളിൽ ഇപ്പം മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, വിദ്യാഭ്യാസം ഉള്ള ആളുകൾ, ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആരും തന്നെ അതേക്കുറിച്ച് അങ്ങനെ പറയില്ല. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന
മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടിരുന്ന സഹോദരന്മാർ, വളരെ അറിയപ്പെടുന്ന, ഞാൻ പേര് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, പൊളിറ്റിക്കലായിട്ട് സാമൂഹ്യ രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് സാമൂഹ്യ രംഗത്ത് ഒക്കെ അറിയപ്പെട്ടിരുന്ന, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആളുകളിൽ നല്ലൊരു ശതമാനവും വിദ്യാഭ്യാസം സ്വീകരിച്ചത് ക്രൈസ്തവ മിഷണറിമാരുടെ സ്കൂളുകളിൽ, കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിലാണ്. പക്ഷെ അവരാരും അവരുടെ നമ്മുടെ സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ഈ പറയുന്ന സുവിശേഷ പ്രഘോഷണം നടക്കുന്നുണ്ട്, ആളുകളെ ക്രൈസ്തവ മതത്തിലേക്ക് മാറ്റുന്നുണ്ട് എന്ന് പറയുകയില്ല. കാരണം നമ്മുടെ അതല്ല അതുവഴിയായിട്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴിയായിട്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിയാണ്. നല്ല പൗരന്മാരെ, മൂല്യബോധമുള്ള പൗരന്മാരെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ സാറ് പറഞ്ഞ ഒരു കാര്യത്തിന് ആളുകൾക്ക് സംശയം തോന്നാനായിട്ട്, പിന്നെ ഇവർ തന്നെ ഇങ്ങനെ നമ്മൾ മതം മാറ്റുന്നു എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യമാണ്. അത് വോട്ട് ലക്ഷ്യമാണ് വാസ്തവത്തിൽ ആളുകളെ. അപ്പോൾ ഈ എന്താണ്, ഏതിൻ്റെയെങ്കിലും പേരിലൊക്കെ വോട്ട് ലഭിക്കുക, അത് മതത്തിൻ്റെ പേരിലായിരിക്കാം, ചിലപ്പം ഭാഷയുടെ പേരിലായിരിക്കാം, ചിലപ്പോഴും ജാതിയുടെ പേരിലായിരിക്കാം. ഇങ്ങനെ ഈ വോട്ടുകളൊക്കെ ഭിന്നിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പൊതുശത്രു എന്നുള്ള നിലയിൽ, അപ്പം ഒരു ശത്രുവിനെ പ്രതിഷ്ഠിച്ചിട്ട്, ഇല്ലാത്തൊരു ശത്രുവിനെ പ്രതിഷ്ഠിച്ചിട്ട്, അപ്പം അങ്ങനെ ഒരു പൊതുശത്രു ഒരു വിഭാഗത്തിനുണ്ടാക്കിയിട്ട് പൊതുശത്രുവിനെയെല്ലാം ജനത്തെയെല്ലാം ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് ചെയ്തെന്നിരിക്കും ആളുകൾ. അങ്ങനെ ചെയ്യുന്ന അടവുകളുണ്ട്. പക്ഷേ നമ്മൾ ഗ്രാമപ്രദേശത്തേക്ക്, സാർ പറഞ്ഞതുപോലെ ഉത്തരേന്ത്യൻ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നമ്മൾ സേവനം ചെയ്തിട്ടുണ്ട്. അത് കത്തോലിക്കർ മാത്രമല്ല, അകത്തോലിക്കരായിട്ടുള്ള ക്രൈസ്തവ മിഷണറിമാരും ഒക്കെ സേവനം ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ പറയുന്ന ഗ്രഹാം സ്റ്റെയിൻ എന്നൊക്കെ പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട്. മിഷണറി പ്രവർത്തനത്തോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളുമുണ്ട്. അപ്പോൾ ഇങ്ങനെ വില്ലേജുകളിൽ നമ്മൾ ഇതുപോലെ ആതുരാലയങ്ങളൊക്കെ സ്ഥാപിക്കുമ്പോൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിക്കുമ്പോൾ വളരെ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ ഇതിൽ അവരുടെ കുട്ടികളെ അയക്കുകയും അവിടെ നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ആളുകൾ നമ്മുടെ സുവിശേഷ പ്രഘോഷണത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ആകൃഷ്ടരായിട്ട് ഈ വിശ്വാസം സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ചിലപ്പോൾ നമ്മുടെ വടക്കേ ഇന്ത്യയുടെയൊക്കെ ഒരു പ്രത്യേക സ്ഥിതി അനുസരിച്ച് ഗ്രാമത്തിൻ്റെ തലവൻ വിശ്വാസം സ്വീകരിക്കുകയാണ്, ഗ്രാമത്തിലുള്ള ആൾക്കാരും ആ വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു ഇതുണ്ട്. അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട് പണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടാണ് മാനസാന്തരം എന്നൊക്കെ പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളും കത്തോലിക്കർ ഈ പറയുന്ന ഫോഴ്സ്ഫുള്ളായിട്ടുള്ള ഒരു മതം മാറ്റത്തിൽ വിശ്വസിക്കുന്നില്ല, അതിലർത്ഥവും ഇല്ല. നിർബന്ധിത പരിവർത്തനം നടത്തുന്നില്ല എന്നുള്ളത് ഒരിക്കലുമില്ല. അത് ഞാൻ കുറച്ച് നാൾ വടക്കേന്ത്യയിലും എഴുതിയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരിക്കലും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതല്ലല്ലോ, മനഃപരിവർത്തനമാണ് വേണ്ടത്, മനസ്സിൻ്റെ മാറ്റമാണ് വേണ്ടത്, അല്ലാതെ എന്തെങ്കിലും കൊടുത്തിട്ടോ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഈ ഒരു ആരോപണം എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ദുരാരോപണമാണ് ആരോപണം. മറ്റൊരു വളരെ ഗൗരവമായ ഒരു ആരോപണം പറഞ്ഞു കേട്ടിട്ടുള്ളത്, സഭയും സഭാധികാരികളും പലപ്പോഴും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്നുള്ളൊരു പരക്കെ ഒരു ആരോപണമുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത്? ഇപ്പം സഭയും സഭയിലെ അധികാരികളും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്ന് ഉള്ള ആരോപണം അത് ഈ കാലയളവിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്, കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഈ സഭയും രാഷ്ട്രീയവും രണ്ട് മേഖലകളിൽ ഉള്ളതാണ്. അപ്പോൾ സഭ രാഷ്ട്രീയത്തിലോ രാഷ്ട്രീയം സഭയിലോ ഇടപെടാനായിട്ട് പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പം രണ്ടും രണ്ട് തലങ്ങളാണ്, രണ്ട് മേഖലകളാണ്. അപ്പം ആ മേഖലകളിൽ ഒരു മേഖലയിലേക്ക് മറ്റൊരു മേഖല കടന്നു കയറാനായിട്ട് പാടില്ല, അത് ശരിയല്ല. ഇപ്പോൾ സഭയ്ക്ക് ആത്മീയമായിട്ടുള്ള ഒരു പ്രവർത്തന മേഖലയാണുള്ളത്. അത് ആത്മീയമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ തലത്തിലുള്ള മേഖലയിൽ മാത്രം പ്രവർത്തിച്ചാൽ മതി.
രാഷ്ട്രത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് രാഷ്ട്രീയക്കാരുണ്ട്, അവരത് നോക്കിക്കോളും. ഇതാണ് ചിന്ത. പക്ഷെ വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് എന്താണ് പൊളിറ്റിക്സ്, എന്താണ് രാഷ്ട്രീയം എന്നതിനെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള ഒരു അറിവില്ലാത്തതിൻ്റെ കാരണമാണ് ഇങ്ങനെയുള്ള ഒരു ചിന്തയ്ക്ക് കാരണം എന്ന് പറയുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ സീസറിൻ്റേത് സീസറിനും ദൈവത്തിനും കൊടുക്കുക എന്നുള്ള ആ വചനമാണ്, തിരുവചനമാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ളവർ ഉദ്ധരിക്കുന്നത് കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഇവിടെ ഈ പൊളിറ്റിക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും രാഷ്ട്രീയത്തെക്കുറിച്ച്, പൊളിറ്റിക്സ്. അപ്പോൾ ഈ വാക്ക്, ഇംഗ്ലീഷ് വാക്ക് ഗ്രീക്കിൽ പൊളിത്തിക്ക എന്നുള്ള വാക്കിൽ നിന്നാണ്. പൊളിത്തിക്ക, അത് പോലീസ് എന്ന വാക്കിൽ നിന്നാണ് വരുന്നത്, ഗ്രീക്കിലെ പോലീസ്. അതിൻ്റെ അർത്ഥം സിറ്റി സ്റ്റേറ്റ് ആണ്. സിറ്റി സ്റ്റേറ്റ്, അതായത് ഗ്രീസ് എന്ന് പറയുന്ന ആ പ്രദേശം, ഗ്രീസ് പല ചെറിയ സംസ്ഥാനങ്ങൾ, സിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നഗര സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ടതാണ്. പല നഗര സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ടതാണ്. അത് പ്രത്യേകിച്ച് അതിൻ്റെ ജോഗ്രഫി, അതിൻ്റെ ഭൂമിശാസ്ത്രമാണ് ഇങ്ങനെ ചെറിയ ചെറിയ നഗര സംസ്ഥാനങ്ങൾ രൂപീകരണത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം. അത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓരോ നഗര സംസ്ഥാനവും ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പം അതിനാണ് ആ നഗര സംസ്ഥാനത്തിന് പറയുന്ന പേരാണ് പോലീസ്. പൊളിറ്റിക്ക എന്ന് പറയുന്നത് നഗര സംസ്ഥാനത്തെ സംബന്ധിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം നഗര സംസ്ഥാനത്തെ സംബന്ധിക്കുന്നതാണ്, അല്ലെങ്കിൽ സംസ്ഥാനത്തെ സംബന്ധിക്കുന്നതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതാണ് വാസ്തവത്തിൽ സംസ്ഥാനത്തെ സംബന്ധിക്കുന്ന, സംസ്ഥാന ജനതയെ, രാഷ്ട്ര ജനതയെ സംബന്ധിക്കുന്ന ആണ് പൊളിറ്റിക്സ്, രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് അതൊരു കക്ഷി രാഷ്ട്രീയമായി മാറി. ഞാനതിലേക്ക് വരാം. അതാണ് ഇപ്പോൾ രാഷ്ട്ര ജനതയെ അല്ലെങ്കിൽ രാഷ്ട്രത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് വാസ്തവത്തിൽ? അത് പല കാര്യങ്ങളുണ്ട് രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഇപ്പം മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സംബന്ധിക്കുന്നതാണ്. ഉദാഹരണമായിട്ട് മനുഷ്യൻ്റെ സ്വസ്ഥവും സമാധാനപൂർണവുമായിട്ടുള്ള ഒരു ജീവിതം, അതിനുള്ള ക്രമീകരണം, ഭരണക്രമങ്ങൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ധാർമ്മികത, സാഹിത്യം, കല, ശാസ്ത്രം, ഇതെല്ലാം രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതെല്ലാം. നമ്മൾ പൊളിറ്റിക്സ് എന്ന് ഇപ്പം മനസ്സിലാക്കുന്നത്, സാധാരണഗതിയിൽ മനസ്സിലാക്കുന്നത്, രാഷ്ട്രീയം എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന കക്ഷി രാഷ്ട്രീയവും അധികാര രാഷ്ട്രീയവുമാണ്. വികലമായിട്ടുള്ള അർത്ഥമാണ്, സംശയമൊന്നുമില്ല. അത് അപ്പം വികലമായിട്ടുള്ള അർത്ഥം നമുക്കിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മളെ ആക്രമിക്കും. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രയോഗം കൊണ്ട് ഇതാണെന്ന് നമുക്ക് ആളുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന രാഷ്ട്ര നിർമ്മിതി ആണ് വാസ്തവത്തിൽ, സത്യത്തിലെ രാഷ്ട്ര നിർമ്മിതിയാണ് വാസ്തവത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് കക്ഷി രാഷ്ട്രീയങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ടാകാം, കക്ഷി രാഷ്ട്രീയങ്ങൾ. പക്ഷേ കക്ഷി രാഷ്ട്രീയക്കാരും എല്ലാം അവർക്ക് അവരുടെ ഐഡിയോളജി ഉണ്ടാകാം, ദർശനങ്ങൾ, ആദർശങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഈ ആദർശങ്ങളെല്ലാം ഇതിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ടാണ്, രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിക്ക്. അതിനകത്ത് കലയും സാഹിത്യവും വിദ്യാഭ്യാസവും മതവും ധാർമ്മികതയും ഭരണക്രമവും അവകാശവും ഉത്തരവാദിത്തങ്ങളും എല്ലാം ഇരിക്കുന്ന കാര്യമാണ്. അപ്പം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന് പറയുമ്പോൾ, എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഷ്ട്രീയത്തിൽ ഇടപെടണമെന്നും ഇടപെടരുതെന്നും എനിക്ക് അഭിപ്രായമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇടപെടണമെന്ന് പറയുമ്പോഴത്തേക്കും രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വ്യാപകമായിട്ടുള്ള ശരിയായിട്ടുള്ള അർത്ഥത്തിൽ സഭ എന്ന് പറയുമ്പോൾ വിശ്വാസികൾ ഇടപെടണം. വിശ്വാസികൾ രാഷ്ട്രത്തിൻ്റെ ഒരു ഭാഗമാണ്, രാഷ്ട്രത്തിൻ്റെ ഭാഗവും രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് രാഷ്ട്രീയം. ആദ്യത്തെ ഇതിന് രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറയുമ്പോഴത്തേക്കും പല കാര്യങ്ങൾ, അവൻ്റെ വിദ്യാഭ്യാസവും, ഒരു മനുഷ്യൻ്റെ വിദ്യാഭ്യാസവും, അതുപോലെ തന്നെ കലയും സാഹിത്യവും, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് വാസ്തവത്തിൽ. പക്ഷേ അങ്ങനെ ആ അർത്ഥത്തിൽ
വിശ്വാസികളെ വേർതിരിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. വിശ്വാസികൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം, രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, വാല്യൂസിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മനസ്സിലാക്കണം, ഈ ലോകത്തിലെല്ലായിടത്തും ഈ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് യൂറോപ്യൻ പാർലമെൻറ്റിൻ്റെ നിയമം, കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് ഈ ക്രിസ്ത്യാനിറ്റിയുടെ കോൺട്രിബ്യൂഷനെ കുറിച്ച് പരാമർശമില്ലാത്തത് കൊണ്ട് എതിർത്ത് സംസാരിച്ചിട്ടുള്ള രാഷ്ട്രത്തലവന്മാരുണ്ട്. കാരണം യൂറോപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, യൂറോപ്യൻ യൂണിയൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ യൂറോപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്രൈസ്തവ മിഷണറിമാരുടെ അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തിൻ്റെ സംഭാവനയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനായിട്ട്, പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ രാഷ്ട്ര നിർമ്മിതിക്കുള്ള ഒരു ഇതിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എല്ലാ ആളുകളെപ്പോലെ തന്നെ വിശ്വാസികൾക്കും ഉത്തരവാദിത്വമുണ്ട്. ആ നിലയ്ക്ക് നമുക്ക് ഇടപെടാം. പക്ഷേ ഇടപെടരുത് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഇന്നത്തെ അർത്ഥത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് സപ്പോർട്ട്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം, അതെ, അപ്പോൾ അധികാരം പിടിച്ചെടുക്കുന്ന, സഭയുടെ ഉദ്ദേശം അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതല്ല. അധികാരം പിടിച്ചെടുക്കുക, അധികാരത്തിൽ പങ്കുപറ്റുക സഭയുടെ ഉദ്ദേശമല്ല. ഇന്നത്തെ അർത്ഥത്തിൽ, ആ അർത്ഥത്തിലാണെന്നുണ്ടെങ്കിൽ സഭ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കരുത്, അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യത്തെക്കുറിച്ച്. അതുപോലെ തന്നെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഒരു സഭയില്ല വാസ്തവത്തിൽ. അപ്പോൾ സഭയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ വിവരമുള്ളവരാണ്. രാഷ്ട്ര നിർമ്മിതിക്ക് അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? പ്രത്യേകിച്ച് അത് പറയുമ്പോഴത്തേക്ക് ക്രൈസ്തവ വിശ്വാസവും ക്രൈസ്തവ മൂല്യങ്ങളും ക്രൈസ്തവ അവകാശങ്ങളും എന്നാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന അവകാശങ്ങളാണ്. അപ്പോൾ വാസ്തവത്തിൽ അങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്, ആ ഒരു രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് നമ്മളെ നമ്മൾ ഇടപെടുന്നു എന്നുള്ളത്. ഉദാഹരണമായിട്ട് ക്രൈസ്തവർക്ക് രാഷ്ട്ര നിർമ്മിതിയിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് വരുന്നു, കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഫോം ചെയ്യുന്നു. ആ ഗവൺമെൻറ്റിന് അതിൻ്റെ ഇഷ്ടമനുസരിച്ച്, ഗവൺമെൻറ്റിൽ ഇഷ്ടമനുസരിച്ച്, പ്രത്യേകിച്ച് ഒരു ഡെമോക്രസിയിൽ, ജനാധിപത്യത്തിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല, പറ്റുകയില്ല. കാരണം ഒരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലേക്ക് ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും ശരി, ഞാനൊരു രാഷ്ട്രീയത്തിൻ്റെ കാര്യം പൊതുവെ പറയുകയാണ്, വോട്ടിൻ്റെ കാലം, ഇലക്ഷൻ്റെ കാലം വരുമ്പോഴത്തേക്കും എല്ലാ മനുഷ്യൻ്റെയും മുമ്പിൽ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാർ വന്നിട്ട് കൈകൂപ്പുകയും കുനിയുകയും കാല് തൊട്ട് നമസ്കരിക്കുകയും ചെയ്യും. ജയിച്ച് ഗവൺമെൻറ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വീട്ടിൽ നിന്ന് കുടിയിറക്കുകയും ചെയ്യും. അത് യാതൊരു ദാക്ഷിണ്യമില്ലാതെ ധാർഷ്ട്യത്തോടെ, ധിക്കാരത്തോടു കൂടി. കാരണം ഞങ്ങളെ ഞങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, വോട്ട് ചെയ്ത് തെറ്റായി പോയി എന്നുള്ള ഒരു ചിന്ത ജനങ്ങളുടെ അത് കാലാകാലങ്ങളിൽ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എന്നാലും ജനം ഒരു ലെസർ ഈവിളിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പിൻ്റെ കാലം വരുമ്പോഴത്തേക്ക് ഒരു ലെസർ ഈവിളിനെ, അങ്ങനെ ഒരു ബോധ്യം നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വന്നു. ചെറിയ തിന്മ, രണ്ട് തിന്മകളുള്ളപ്പോൾ അതിലൊരു ചെറിയ തിന്മ, അതെ, ആ പ്രിൻസിപ്പിളാണ്. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ നാട്ടിൽ പിന്നെ അടുത്ത 5 കൊല്ലം വേറെ ആളുകൾക്കൊക്കെ കൊടുത്ത് പരീക്ഷിക്കുന്നതിൻ്റെ കാരണം അവർ നല്ലതായതുകൊണ്ടൊന്നും അല്ല, ഉള്ളതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരിക, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ അവകാശം എടുത്തു കളയുമ്പോൾ അല്ലെങ്കിൽ ധിക്കാരം കാണിക്കുമ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായിട്ട് തന്നെ ഒരു ദിവസം അവനെ കുടിയിറക്കുകയാണ്. അത് ചിലപ്പോൾ ഇങ്ങനെ ഇറക്കുമ്പോൾ ഈ കുടിയിറക്കുന്ന എന്തെങ്കിലും ന്യായം കാണും, വികസനത്തിൻ്റെ പേരിലായിരിക്കാം, ആ പേര് പറഞ്ഞുകൊണ്ടാണ് ഇറക്കുന്നത്. പക്ഷേ കുടിയിറക്കപ്പെട്ട ആളുകൾ ചിലപ്പം വികസനത്തിൻ്റെ പേരിൽ ചിലപ്പോൾ അങ്ങനെ മാറിക്കൊടുക്കേണ്ട വരുമായിരിക്കാം. അപ്പോൾ അവരെ കുടി ഒഴിപ്പിക്കുക മാത്രമല്ല, അവരെ എങ്കിലും ഒരു സ്ഥലത്ത് കുടിയേറ്റുക, താമസിപ്പിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. നമുക്ക് എപ്പോഴും കാര്യമായിട്ട് ആവാസ വ്യവസ്ഥതയെക്കുറിച്ചൊക്കെ പറയുമല്ലോ. ഒരു മരം വെട്ടുന്നതിന് ശിക്ഷയുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ, അതായത് ഗവൺമെൻറ്റിൻ്റെ ഇതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്ന പക്ഷികൾ, അല്ലേ, കണ്ടൽക്കാട് നശിപ്പിക്കാൻ പാടില്ല. അതിൽ പക്ഷികളുടെ ഉണ്ട്, അതുപോലെ തന്നെ മത്സ്യങ്ങളുടെ ഒക്കെ കാര്യമുണ്ട്. ആവാസ വ്യവസ്ഥ നശിപ്പിക്കാൻ, മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ളത്, മനുഷ്യന് അത്രയും വിലയില്ല. അപ്പം ഞാൻ പറഞ്ഞു വരിക, അപ്പോൾ അതിനെതിരെ സംസാരിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം, മനുഷ്യൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ടുള്ള സഭയ്ക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്.
ഒരു വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ അവകാശം ചവിട്ടി താഴ്ത്തപ്പെടുന്നു, അവകാശങ്ങളെ നിഷേധിക്കുക എന്നുള്ള ധാർമ്മികത, മനുഷ്യബഹുത്വത്തെക്കുറിച്ച് നമ്മൾ ജീവിക്കാനുള്ള അവൻ്റെ അവകാശം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് വസ്തുതയിൽ യൂത്തനേസ്യ, മെഴ്സി കില്ലിങ് അതിങ്ങനെ ഒരു നിയമമായിട്ടൊക്കെ വരികയാണെങ്കിൽ, അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സഭ അതിനെതിരെ നിൽക്കും. അബോർഷൻ അത് അനുവദനീയമായിട്ട് ലീഗലായിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ സഭ അതിനെതിരെ നിൽക്കും, എതിരെ നിൽക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ജീവൻ്റെ വില, ജീവൻ്റെ മഹത്വം മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിന് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. യേശുവിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ എപ്പിസോഡ് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുവാൻ നമുക്ക് സമയമായി. സഭയുടെ സാമൂഹ്യ പ്രതിബദ്ധത ക്രൈസ്തവരിൽ മാത്രം ഒതുങ്ങുന്നതല്ല, എല്ലാ ജാതി മതസ്ഥരെയും മനുഷ്യമക്കളായ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണെന്നും എല്ലാവരുടെയും സർവ്വതോന്മുഖമായ ഉത്കർഷത്തിനാണ് സഭ നിലകൊള്ളുന്നതെന്നും നമ്മൾ ഈ എപ്പിസോഡിൽ കാണുകയായിരുന്നു. അതോടൊപ്പം സഭയുടെ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ നമ്മൾ കണ്ടു, ഒരു രാഷ്ട്രത്തിൻ്റെ വളർച്ചയിൽ സഭയ്ക്ക് ഇടപെടാനുള്ള അവകാശമുണ്ട്, ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളേണ്ട കാര്യമുണ്ട്. അതേസമയം കക്ഷി രാഷ്ട്രീയത്തിൽ സഭ ഒരിക്കലും ആകുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇത്രയും കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പച്ചന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒത്തിരി നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഭയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. നിങ്ങൾ കത്തെഴുതുമ്പോൾ കോണ്ടാക്റ്റ് നമ്പർ കൂടെ അവിടെ കാണിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കത്തുകൾ അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, ഗുഡ്നെസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.